ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. +1 ഒന്നാമത്തെ ചാപ്റ്ററായ സെറ്റ്സിൻ്റെ പാർട്ട് 3 സബ്സെറ്റ്സ് ആണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 2 പാർട്ടിലെ ബാലൻസ് ആയിട്ട് തന്നെയാണ് ഈ പാർട്ട് 3 വരുന്നത്. അപ്പോൾ പാർട്ട് 3 നമുക്ക് കടക്കാം. അതിന് മുമ്പ് 1-2 എക്സാമ്പിൾസ് കൂടി നമുക്ക് സബ്സെറ്റിലോട്ട് പോകാം. കൺസിഡർ ദ സെറ്റ്സ്. സെറ്റ് കൺസിഡർ ചെയ്യുന്നു താഴെ പറയുന്നു. A is equal to 1, 2, 3. B is equal to 1, 2, 3, 4, 5. What is the peculiarity of these two sets? ഈ 2 സെറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഒന്നാമത്തെ സെറ്റിൽ 1, 2, 3, രണ്ടാമത്തെ സെറ്റിൽ 1, 2, 3, 4, 5 ആണ്. ഈ 2 സെറ്റും എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം ഓൾ ദി എലമെൻറ്റ്സ് എ എന്ന് പറയുന്ന സെറ്റ് എടുത്താൽ 1 എന്ന് പറയുന്ന എലമെന്റ് അത് ബിയിലുണ്ട്. എയിലെ 2 എന്ന് പറയുന്ന എലമെന്റ് എവിടെ ഉണ്ട്? അതും 2-ലുണ്ട്, ബിയിലുണ്ട്. അതുപോലെ എയിലെ 3 എന്ന് പറയുന്ന എലമെന്റ് അതും എവിടെ തന്നെ ബിയിലുണ്ട്. അപ്പോൾ എയിലെ എല്ലാ എലമെന്റ്സും എവിടെ ഉണ്ട്? ബിയിലുണ്ട്. എവരി എലമെന്റ് ഇൻ എ ഇസ് ഓൾസോ ഇൻ ബി എന്ന് പറയാം. ശരിയോ? അപ്പോൾ ഇതിന്റെ പ്രത്യേകത ഇതാണ്. നമുക്കെന്ത് പറയാം? ഹിയർ എവരി എലമെന്റ് ഓഫ് എ ഇസ് ഓൾസോ ആൻ എലമെന്റ് ഓഫ് ബി എന്ന് പറയാം. ഇതാണ് ഇതിന്റെ പെക്യുലിയാരിറ്റി എന്ന് പറയാം. അല്ലെങ്കിൽ എയിലെ എല്ലാ എലമെന്റ്സിനും കണ്ടെയ്ൻഡ് ഇൻ ബി എന്നും പറയാം. നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ദ സെറ്റ് ഓഫ് ആൾ സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ് 11. നമ്മുടെ ക്ലാസ്സിൽ 11 എന്ന് പറയുന്ന ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ സെറ്റാണ് എ. ബി എന്ന് പറയുന്ന എൻ്റെ സെറ്റാണ്. സെറ്റ് ഓഫ് ആൾ സ്റ്റുഡൻസ് ഇൻ യുവർ സ്കൂൾ, അങ്ങനെ ഒരു സെറ്റ് ഉണ്ടല്ലോ. എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ആൾ സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ് 11th ക്ലാസ് എന്ന് പറയാം. ബി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ആൾ സ്റ്റുഡൻസ് ഇൻ യുവർ സ്കൂൾ, അതായത് നമ്മുടെ സ്കൂൾ. അപ്പം ഞാൻ പറഞ്ഞ ഇതേ പെക്യുലിയാരിറ്റി ആണോ ഇവിടെ ഉള്ളത്? ഇവിടെ എന്താണ് പെക്യുലിയാരിറ്റി ഉള്ളത്? നമുക്കറിയാം എ കണ്ടെയ്ൻഡ് ഇൻ ബി എന്ന് പറയാൻ പറ്റും. ശരിയല്ലയോ? എയിലെ എല്ലാ എലമെന്റ്സും ഉണ്ട്. ബി എന്ന് പറയുന്നത് ആ സ്കൂളിലെ ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ സെറ്റാണ്. അതിൽ 11 മാത്രം വരികയാണെങ്കിൽ അതും ഈ ബിയിലെ സെറ്റ് തന്നെയാണ്, ബിയിലെ എലമെന്റ്സ് തന്നെയാണ്. അപ്പോൾ അത് എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്നത് എയിലെ എല്ലാ എലമെന്റ്സും ബിയിൽ തന്നെയാണെന്ന് പറയാൻ പറ്റും. ഇവിടെ അത് തന്നെ പറയാം. എവരി എലമെന്റ് ഓഫ് എ ഇസ് ഓൾസോ ആൻ എലമെന്റ് ഓഫ് ബി എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മളൊരു സെറ്റ് എടുത്തു, എ ഇൻ ബി എന്നൊരു സെറ്റ് എടുക്കുകയാണെങ്കിൽ എയിലെ എല്ലാ എലമെന്റ്സും ബിയിലാണെങ്കിൽ ആ ചെറിയ സെറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് സബ്സെറ്റ് ഓഫ് ദി സെറ്റ് എന്ന് പറയാം. ഗിവൺ സെറ്റ്. ഇപ്പം ഇവിടെ നമുക്ക് എയെ ബിയുടെ സബ്സെറ്റ് എന്ന് പറയാം. ഇവിടെയും എയെ ബിയുടെ സബ്സെറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ശരിയല്ലോ? അപ്പോൾ നമുക്കിവിടെ ഹിയർ വി സേ ദാറ്റ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാം. ഉണ്ടോ? A is a subset of B expressed in the symbol as A subset B. ഞാൻ പറഞ്ഞ ഈ ചാപ്റ്റർ ഒരുപാട് സിമ്പിൾസ് പരിചയപ്പെടും. അതുപോലെ അടുത്ത സിമ്പിളാണ് സബ്സെറ്റ് എന്ന് പറയുന്ന സിമ്പിൾ. സി അല്ല, ഇച്ചിരി സിക്ക് നീട്ട് കൊടുത്ത് വരയ്ക്കുന്ന ആ സിമ്പിളാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി നമ്മളതിനെ സിമ്പിൾസ് കൊണ്ട് എക്സ്പ്രസ് ചെയ്തത് ഇങ്ങനെയാണ്, ഇല്ലയോ? അപ്പോൾ നമുക്കിങ്ങനെ പറയാം, ദ സിമ്പിൾ സബ്സെറ്റ് സ്റ്റാൻഡ് ഫോർ ഇസ് എ സബ്സെറ്റ് ഓഫ് ഓർ ഈസ് കണ്ടെയ്ൻഡ് ഇൻ. ഞാൻ നേരത്തെ പറഞ്ഞാണത്. ഇസ് എ സബ്സെറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ കണ്ടെയ്ൻഡ് ഇൻ എന്ന് പറയാം. അപ്പം എ കണ്ടെയ്ൻഡ് ഇൻ ബി എന്ന് പറയാം, ഇല്ലേ? ദ സെറ്റ് എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ബി എന്ന് പറയാം, അല്ലെങ്കിൽ ദ സെറ്റ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പലാണ് സബ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ 3rd പാർട്ടിൻ്റെ നെയിം തന്നെ ഞാൻ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ടോപ്പിക്ക് തന്നെ പറയുന്നത് സബ്സെറ്റാണ്. അപ്പോൾ സബ്സെറ്റ് എന്താണെന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? 2 സെറ്റ് എടുക്കുന്നു. ഒരു സെറ്റിലെ എല്ലാ എലിമെന്റ്സും വലിയ സെറ്റിൽ, രണ്ടാമത്തെ സെറ്റിലുണ്ടെങ്കിൽ ആ ആദ്യത്തെ സെറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് സബ്സെറ്റ് ഓഫ് ദി ഗിവൺ സെറ്റ് എന്ന് പറയാം. അപ്പോൾ ഏത് സെറ്റ്? അപ്പോൾ ഇവിടെ തന്നെ പറയാം എ ഈ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാം. ഇവിടെയും പറയാം എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാൻ പറ്റും, ഇല്ലയോ? അടുത്ത ഒരു കാര്യം പറയുകയാണ്. ഇപ്പോൾ എയിലെ എല്ലാ എലമെന്റ്സും ബിയിലുണ്ട് എന്ന് വെച്ചാൽ എ ബിയുടെ സബ്സെറ്റാണ്. അപ്പോൾ എയിലൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അത് എവിടെയും കാണും, ബിയിലും കാണും. ശരിയല്ലയോ? അപ്പോൾ എ ബിയുടെ സബ്സെറ്റ് ആയതുകൊണ്ട് എ ഒരു എലമെന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ബിയിലും കാണും. നമുക്കൊരു എക്സാമ്പിൾ ഇങ്ങനെ പറയാം. ഈ എ സബ്സെറ്റ് ബി ടേക്ക് എക്സ് ബിലോങ്സ് ടു എ. ഇവിടെ ഒരു എക്സ് എന്ന് എടുക്കുക, ഇനി എലമെന്റ്
എടുക്കുക എങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് എവിടെയും കാണും, ഇതിൻ്റെ എക്സ് ബിലോങ്സ് ടു ബി ആയിരിക്കും. ഒരു സബ്സെറ്റിൻ്റെ പ്രത്യേകത ഇതാണ്. ഇപ്പോൾ ആ ചെറിയ സെറ്റിൽ നമ്മളൊരു എലമെൻ്റ് എടുക്കുകയാണെങ്കിൽ അത് വലിയ സെറ്റിലും കാണുമെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ ചുരുക്കമെന്ന് പറയുന്നത്. അപ്പോൾ നോട്ട് നമുക്ക് നോക്കാം. സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണോ, അടുത്തത് സബ്സെറ്റ് ഓഫ് എ സെറ്റ്. ഇപ്പോൾ എൻ്റെ നോട്ട് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ നോട്ട് എഴുതുന്നത് ഈ ബൗണ്ടറി ആണെങ്കിൽ അത് നോട്ട് എഴുതേണ്ടത്. ബാക്കി നേരത്തെ പറഞ്ഞത് ഞാൻ എൻ്റെ ഈ സബ്സെറ്റിലേക്ക് വരാൻ വേണ്ടിയുള്ള എക്സാമ്പിൾസാണ്. അത് നിർബന്ധമില്ല എഴുതണമെന്ന്. അപ്പോൾ ഇനി എന്താണ് എ സെറ്റ് ഈസ് A set A is said to be a subset of B if every element of A is also an element of B. നേരത്തെ പറഞ്ഞ കാര്യത്തിനാണ്. എയിലെ എല്ലാ എലമെൻസും ബിയിലുണ്ടെങ്കിൽ നമ്മൾ പറയും എ ഇസ് എ സബ്സെറ്റ് ബി എന്ന് പറയും. അതിൻ്റെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതാണ് എ സബ്സെറ്റ് ബി. ഇപ്പോൾ അറിയാമല്ലോ എ സബ്സെറ്റ് ബി എന്ന് പറഞ്ഞതിൻ്റെ ആ സിമ്പലാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത ഇൻ അതർ വേർഡ്സ് നമുക്ക് വേറെ തരത്തിൽ പറയാം. എ സബ്സെറ്റ് ബി ഇഫ് എവരി എലമെൻറ്റ് ഓഫ് ഇംപ്ലൈസ് എവരി എലമെൻറ്റ് എ ബിലോങ്സ് ടു എ ഇംപ്ലൈസ് എ ബിലോങ്സ് ടു ബി എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ ഒരു നോട്ടിനകത്ത് പറഞ്ഞതാണ് എ സബ്സെറ്റ് ബി ആണെങ്കിൽ എയിലൊരു എലമെൻറ്റ് എടുക്കുകയാണെങ്കിൽ എ അത് എവിടെയും കാണും, ബിയിൽ കാണും. സബ്സെറ്റിൻ്റെ പ്രത്യേകത അത് ഇവിടെ നേരത്തെ ഞാൻ അത് എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ കാര്യത്തിനാണ്. അപ്പോൾ ഇവിടെ ഒരു സംഭവം പറയുന്നുണ്ട് ഇംപ്ലൈസ് എന്ന് പറയുന്നത് കണ്ടോ എ സബ്സെറ്റ് ബി ഇഫ് വെൻ എവർ എ ബിലോങ്സ് ടു എ എന്ന് വെച്ചാൽ എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സെറ്റിലുണ്ടെങ്കിൽ നമുക്ക് എവിടെ ആയിരിക്കും അത് ബിയിലും കാണും. ഉണ്ടോ ഉണ്ടെങ്കിൽ ആണെങ്കിൽ അപ്പോൾ അതെവിടെ കാണും? ഇംപ്ലൈസ് എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇതും ട്രൂ ആയിരിക്കും എന്നാണ് പറയുന്നത്. കണ്ടോ എ എന്ന് ബിലോങ്സ് ടു എ ആണെങ്കിൽ എ ബിലോങ്സ് ടു ബി ആയിരിക്കും ഇല്ലേ? അതിനുവേണ്ടി ഇംപ്ലൈസ് എന്ന് പറയും. നമ്മൾ ഇംപ്ലൈസ് വരെ ഒരു സിമ്പിൾ ഉപയോഗിക്കാൻ പോയാണ്, ശ്രദ്ധിച്ചോ. കണ്ടോ ഇഫ് ഇതേ സെൻറ്റൻസ് ആണ് എ സബ്സെറ്റ് ബി ഇഫ് എ ബിലോങ്സ് ടു എ ഇംപ്ലൈസ് എ ബിലോങ്സ് ടു ബി. കേട്ടോ ഇംപ്ലൈസ് എന്നുള്ളതിൻ്റെ സിമ്പിളാണ് കേട്ടോ. ഒരാരോ റൈറ്റിലോട്ട് ഒരു ആരോ കൊടുത്തിരിക്കും. ആരോ കൊടുക്കുമ്പോൾ 2 ലൈനുണ്ട് ആരോയ്ക്ക് അത് ശ്രദ്ധിക്കുക. ഇതിനെയാണ് ഇംപ്ലൈസ് എന്ന് പറയും. ഇംപ്ലൈസ് എന്നും നമ്മൾ ദെൻ എന്ന് പറയും. ഇഫ് ദെൻ എന്നൊക്കെ നമ്മളത് വിശദമായിട്ട് ഒരു ചാപ്റ്റർ പഠിക്കും. ഇപ്പം മനസ്സിലാക്കുക ഇതിൻ്റെ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇഫ് എ ബിലോങ്സ് ടു എ ആണെങ്കിൽ എ ബിലോങ്സ് ടു ബി ആയിരിക്കും എന്ന് കാണിക്കാം. ആണെങ്കിൽ ഇഫ് എന്ന് പറയുമ്പോൾ ആണെങ്കിൽ ദെൻ എന്തായിരിക്കും, അല്ലെങ്കിൽ ഇംപ്ലൈസ് എ ബിലോങ്സ് ടു ബി എന്ന് പറയാം. അപ്പോൾ സിമ്പിൾ ഓർത്ത് വെച്ചേക്കുക ഇംപ്ലൈസിൻ്റെ. ഇത് തന്നെ നമുക്ക് വേറെ എന്ത് പറയാം? വി റീഡ് ദ അബോവ് സ്റ്റേറ്റ്മെന്റ് ആസ് ഇത് പറയാം എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. കണ്ടോ ഈ എ ഈസ് ആൻ എലമെന്റ് ഓഫ് എ ഇംപ്ലൈസ് ദാറ്റ് എ ഈസ് ഓൾസോ ആൻ എലമെന്റ് ഓഫ് ബി. ഈ പറഞ്ഞതിന് സെന്റൻസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. കണ്ടോ ഈ പറഞ്ഞ സെന്റൻസിനെ നമ്മൾ സിമ്പിൾസ് ഉപയോഗിച്ചാണ്ടിരിക്കും. അതിനെ നമ്മൾ വേർഡ്സിലോട്ട് മാറ്റുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നമുക്കിത് മതി, മനസ്സിലാക്കിയാൽ മതി. ഇംപ്ലൈസ് എന്ന് പറയുന്ന ഒരു പുതിയ സിമ്പിൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, അത് മനസ്സിലാക്കുക. ഇനി എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി. സബ്സെറ്റ് അല്ലെങ്കിൽ നമുക്കെന്ത് പറയാം? എ നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാം. ശരിയല്ലയോ? അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്ത കുറച്ച് എക്സാമ്പിൾസ് ആണ് പറയാൻ പോകുന്നത്. ഈ സബ്സെറ്റിന് ദ സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് ദി സെറ്റ് റിയൽ ഇല്ലയോ? ഓഫ് റിയൽ നമ്പേഴ്സ് ഇല്ലേ? വി റൈറ്റ് ക്യൂ സബ്സെറ്റ് ആണെന്ന് പറയാമല്ലോ. നമുക്കറിയാം എല്ലാ റാഷണൽ നമ്പേഴ്സും എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. പക്ഷേ എല്ലാ റിയൽ നമ്പേഴ്സ് റാഷണൽ എന്ന് പറയരുത്. നമ്മൾ റാഷണൽ നമ്പേഴ്സിനെയും ഇറാഷണൽ നമ്പേഴ്സിനെയും ഒരുമിച്ച് പറയുന്ന പേരാണ് റിയൽ നമ്പേഴ്സ് പറയാം. അതുകൊണ്ട് നമുക്ക് പറയാം റിയൽ നമ്പേഴ്സ് ആയാലും റാഷണൽ നമ്പേഴ്സ് ആയാലും ഇറാഷണൽ നമ്പേഴ്സ് ആയിരിക്കും അത് എന്തിൻ്റെ സബ്സെറ്റ് ആയിരിക്കും? റിയൽ നമ്പേഴ്സിൻ്റെ. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തേക്കുന്ന ക്യൂ ആണ് റാഷണൽ നമ്പേഴ്സ്. അത് ഈസ് എ സബ്സെറ്റ് ഓഫ് ആർ ആയിരിക്കും. നെക്സ്റ്റ് വൺ നോക്കിയേ. ഇഫ് എ ഈസ് ദ സെറ്റ് ഓഫ് ഓൾ ഡിവൈസസ് ഓഫ് 56 and B is the set of all prime divisors of 56, then B is a subset of A and we write B subset എന്ന് പറയും. ഇപ്പോൾ എ എന്ന് പറയുന്നത് നമുക്കറിയാം. എ എന്ന് പറയുന്ന സെറ്റ് 56ൻ്റെ എല്ലാ ഡിവൈസേഴ്സും നിങ്ങൾക്ക് എഴുതി നോക്കാവുന്ന കാര്യമേ ഉള്ളൂ. 56 ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പേഴ്സ് 1 2 അങ്ങനെ പോകും. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. എന്നിട്ട് അതിൻ്റെ പ്രൈം ഡിവേഴ്സ് എഴുതുക. ആ പ്രൈം ഡിവേഴ്സ് എഴുതുമ്പോൾ നമുക്കറിയാം ചെറിയ സെറ്റ് ആ പ്രൈം ഡിവേഴ്സിൻ്റെ ആയിരിക്കും, ബി ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാം ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് പറയാൻ പറ്റും. അത് നിങ്ങൾ എഴുതി നോക്കുക. അടുത്തൊരു എക്സാമ്പിളാണ്. ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 3 5 ആൻഡ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. കണ്ടോ ഇത് 1 3 5 ആണ് സെറ്റ്. ഇത് നോക്കിയേ എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. നമുക്കറിയാം
ആറിനേക്കാൾ ചെറിയ ഓഡ് നമ്പേഴ്സ് പറയുന്നത് 1, 3, 5 ആണ്. ഇത് തന്നെ ഇല്ലയോ എന്ന് വെച്ചാൽ ഇവിടെ എന്ന് പറയാം എ സബ്സെറ്റ് ബി എന്ന് പറയാം. ഇവിടുത്തെ എല്ലാ എലമെൻറ്റ്സും ഇവിടെയുണ്ട്, അതുപോലെ ഇവിടുത്തെ എല്ലാ എലമെൻറ്റ്സും ഇവിടെയും ഉണ്ട്. ഇതിന് നമ്മൾ റോസ്റ്റർ ഫോം എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാക്കാണ് ഇവിടെ 135 ആണ്, ഇവിടെയും 135 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം തന്നെ എ സബ്സെറ്റ് ബി എന്ന് പറയാം, ബി സബ്സെറ്റ് എന്ന് പറയാം. ഹെൻസ് എ ഈസ് ഈക്വൽ ടു ബി ആയിരിക്കും. അതിനെപ്പറ്റി വിശദമായിട്ട് പിന്നീട് പറഞ്ഞുതരാം. അടുത്തതാണ് അവിടെ ലെറ്റ് എ ഈസ് ഈക്വൽ ടു എ ഇ ഐ ഒ യു, ബി ഈസ് ഈക്വൽ ടു എ ബി സി ഡി. then A is not a subset of B, also B is not a subset of A. തിരിച്ചും മറിച്ച് നമുക്ക് പറയാം ഇവിടെ എയും സബ്സെറ്റ് അല്ല, എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് അല്ല, തിരിച്ച് ബി എന്ന് പറയുന്നത് എയുടെയും സബ്സെറ്റ് അല്ല. അതിന് കാരണം പറയാമല്ലോ, എയിലെ എല്ലാ എലിമെൻറ്റ്സും ബിയിലില്ല, ബിയിലെ എല്ലാ എലിമെൻറ്റ്സും എയിലെന്ന് പറയാൻ പറ്റും. ഇത് നമുക്ക് നോട്ട് എ സബ്സെറ്റ് എന്ന് പറയുന്നതിൻ്റെ എക്സാമ്പിളായിട്ട് പറയാം. If A is equal to set 1, 2, 3, 4 and B is equal to 4, 3, 2, 1 are two sets. ഇതെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? എയിലെ എല്ലാ എലിമെൻറ്റ്സും ഉണ്ട്, ബിയിലുണ്ട്, ബിയിലെ എല്ലാ എലിമെൻറ്റ്സും ഉണ്ട് എന്ന് വെച്ചാൽ എ സബ്സെറ്റ് ബി ആണ്, ബി സബ്സെറ്റ് എ എന്ന് പറയാം. ശരിയില്ലയോ? അപ്പോൾ ഇങ്ങനെ ഞാൻ നേരത്തെ എക്സാമ്പിളിൽ പറഞ്ഞാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് പറയാം എ സബ്സെറ്റ് ബി ആൻഡ് ബി സബ്സെറ്റ് എ. എ ബിയുടെ സബ്സെറ്റാണ്, ബി എയുടെ സബ്സെറ്റാണ്. പക്ഷെ നമ്മൾ ഈക്വൽ സെറ്റ് പഠിച്ചായിരുന്നല്ലോ, അതിൻ്റെ പ്രത്യേകത ഉപയോഗിച്ച് എന്ത് പറയാം, ഇത് രണ്ടും സെയിം ആണ്. നമ്മൾ പറഞ്ഞു 2 sets are equal if they have സെയിം എലമെൻറ്റ്സ് എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് 1, 2, 3, 4 ആണ് ഇവിടെയും 1, 2, 3, 4 തന്നെയാണ്. അതുകൊണ്ട് എ ഈക്വൽ ടു ബി എന്ന് പറയുന്ന കൺസെപ്റ്റ് കൂടെ പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം എ സബ്സെറ്റ് ബി ആണ്, അതുപോലെ ബി സബ്സെറ്റ് എ ആണെങ്കിൽ എ ഈക്വൽ ടു ബി ആയിരിക്കും. അത് ഓർത്ത് വെച്ചേക്കണം. എയും ബി രണ്ട് സെറ്റാണ്, എ സബ്സെറ്റ് ബി ആണ്, ബി സബ്സെറ്റ് എ ആണെങ്കിൽ എയും ബിയും ഈക്വൽ ആയിരിക്കും. ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് ഞാൻ ഇവിടെ എടുക്കുവാണ് രണ്ട് സെറ്റ് എയും ബിയും ഈക്വൽ ആണ് എടുക്കുന്നത്. എയും ബി രണ്ട് ഈക്വൽ സെറ്റാണ് എങ്കിൽ എ ബിയുടെ സബ്സെറ്റ് ആയിരിക്കുമോ? അത് ഈ എക്സാമ്പിളിൽ നിന്ന് പറയാം. ഇത് രണ്ടും ഈക്വൽ ആണ് നമുക്കറിയാം. ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എ ബിയുടെ സബ്സെറ്റാണ്, ബി എയുടെ സബ്സെറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെയും ഇല്ലേ, ഓൾസോ എ സബ്സെറ്റ് ബി ആൻഡ് ബി സബ്സെറ്റ് എ. അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞു എ സബ്സെറ്റ് ബി ആൻഡ് ബി സബ്സെറ്റ് എ എന്ന് പറഞ്ഞപ്പോൾ എ ഈക്വൽ ടു ബി ആണ്. ഇവിടെ എ ഈക്വൽ ടു ബി ആണെങ്കിൽ എ സബ്സെറ്റ് ബി ആണ്, ബി സബ്സെറ്റ് എ എന്ന് പറയാൻ പറ്റും. എന്നായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം എ ഈക്വൽ ടു ബി if and only if A subset B and B subset A. പുതിയ ഒരു കാര്യം പറയുകയാണ് if and only എന്ന് പറയുമ്പോൾ both wise implies എന്ന് പറയാം. ഇതിന് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. ഈ നേരത്തെ ഞാൻ if then അല്ലെങ്കിൽ if implies പറഞ്ഞു എന്ന് വെച്ചാൽ ഈഫിന് ശേഷമുള്ള സപ്പോസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താണ് ദെന്നിന് ശേഷം അല്ലെങ്കിൽ ഇംപ്ലൈസിന് ശേഷമാണ് പ്രൂവ് ചെയ്യുക. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എ ഈക്വൽ ടു ബി ആണെങ്കിൽ എ സബ്സെറ്റ് ബി ആൻഡ് ബി സബ്സെറ്റ് എ ആയിരിക്കും. തിരിച്ചും പറയണം, എ സബ്സെറ്റ് ബി ആൻഡ് ബി സബ്സെറ്റ് എ ആണെങ്കിൽ എ ഈക്വൽ ടു ബി ആയിരിക്കും. തിരിച്ചും എൻ്റെ റിവേഴ്സും പറയുന്നതിനാണ് നമ്മൾ ഇതിനെ ഈഫ് ആൻഡ് ഓൾ ഈഫ് എന്ന് പറയുന്നത് കേട്ടോ. അതിനൊരു സിമ്പിൾ നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ പറയാം എ ഈക്വൽ ടു ബി ബോത്ത് വൈസ് ഇംപ്ലൈസ് കേട്ടോ. ഈഫ് ആൻഡ് ഓൾ ഈഫിന് അല്ലെങ്കിൽ ബോത്ത് വൈസ് ഇംപ്ലൈസ് പറയാം എ സബ്സെറ്റ് ബി ആൻഡ് ബി സബ്സെറ്റ് എന്നും പറയാൻ പറ്റും. ദ സിമ്പിൾ കണ്ടോ, ഇത് ഈഫ് ആൻഡ് ഓൾ ഈഫ് അല്ലെങ്കിൽ ബോത്ത് വൈസ് ഇംപ്ലൈസ് സ്റ്റാൻഡ് ഫോർ കണ്ടോ, ബോത്ത് വൈസ് ഇംപ്ലൈസ് ഓർ ഈഫ് ആൻഡ് ഓൾ ഈഫ് എന്നാണ് ഇതിനെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെയും എഴുതാം, ഈഫ് ആൻഡ് ഓൾ ഈഫിനെ ചുരുക്കി IFF എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം ഈ സിമ്പിൾസ് നമ്മൾ ചാപ്റ്റർ വരുന്ന ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇങ്ങനെ ഓർത്ത് വെച്ച് നോക്കുക എ ഈക്വൽ ടു ബി ഇഫ് ആൻഡ് ഓൾ ഈഫ് എ സബ്സെറ്റ് ബി ആൻഡ് ബി സബ്സെറ്റ് എ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം. എ ഈക്വൽ ടു ബി ആണെങ്കിൽ എ സബ്സെറ്റ് ബി ആൻഡ് ബി സബ്സെറ്റ് എ ആയിരിക്കും. തിരിച്ചും പറയണം എ സബ്സെറ്റ് ബി ആൻഡ് ബി സബ്സെറ്റ് എ ആണെങ്കിൽ എ ഈക്വൽ ടു ബി ആണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയാണ് ഈഫ് ആൻഡ് ഓൾ ഈഫ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒന്നുകൂടെ അടുത്തൊന്ന് നോക്കാം. ഒരു സെറ്റ് പറയാം. സെറ്റ് 1, 4 ഡസ് നോട്ട് സബ്സെറ്റ് ഓഫ് 1, 3 എന്ന് പറയാം. 1, 3, 5 എന്ന് പറയാം. നമുക്ക് ഇത് നോക്കി തന്നെ അറിയാം 1, 4 എന്ന് പറയുന്നത് 1, 3, 5ൻ്റെ സബ്സെറ്റ് ആണോ? അല്ല. അപ്പോൾ നമ്മൾ ആവാത്തതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം എന്താ? 4 നോട്ട് ആൻ എലമെൻ്റ് ഓഫ് 1, 3, 5 എന്ന് പറയാം. ശരിയോ? അതിന് കാരണം എന്താ? സിൻസ് 4 നോട്ട് ആൻ എലമെൻ്റ് ഓഫ് 1, 3, 5 എന്ന് പറയാം. നമുക്ക് ഒരു സെറ്റ് തന്നിട്ട് രണ്ട് സെറ്റ് തരുവാണ്, അത് സബ്സെറ്റ് ആണെന്ന് നോക്കാൻ വേണ്ടി അല്ലെങ്കിൽ സബ്സെറ്റ് അല്ലെന്ന് പറയാൻ വേണ്ടി നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? അവിടുത്തെ ഏതെങ്കിലും ഒന്ന് ആ വലിയ സെറ്റിലെ എലമെൻറ്റ്സ് അല്ല എന്ന് കാണിച്ചു കൊടുത്താൽ മതി, ഇല്ലേ? അപ്പം എനിക്ക് ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ ക്വസ്റ്റ്യൻ, ഈ സെറ്റിൻ്റെ പേര് എന്തുവാ? നൾ സെറ്റ് അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ് എന്ന് പറയാം.
ഈ സെറ്റ് എന്ന് പറയുന്നത് ഇസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് 1 2 3 ആണോ? ആലോചിച്ച് നോക്കിയേ. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കൊരു സബ്സെറ്റ് അല്ലെന്ന് പറയണമെങ്കിൽ നമുക്ക് ആ ചെറിയ സെറ്റിലെ എലമെന്റ് വലിയ സെറ്റ് ഏതെങ്കിലും ഒരു എലമെന്റ് വലിയ സെറ്റിൽ ഇല്ല എന്ന് കാണിച്ചു കൊടുത്താൽ മതി. ഇവിടെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇവിടെ അങ്ങനെ എലമെന്റ് ഇല്ല എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇല്ലയോ എന്ന് വെച്ചാൽ ഇവിടെ എലമെന്റ്സ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ നമുക്ക് ഇതേപോലെ കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഹിയർ നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് 1 2 3 എന്ന് പറയാം. അതുപോലെ ഏതൊരു സെറ്റ് എടുത്താലും നമ്മൾ എവരി സെറ്റ് എടുത്താലും ഈ നൾ സെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, സബ്സെറ്റ് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഉണ്ടോ? ജനറലായിട്ട് നമുക്ക് എന്താ പറയാം, ജനറലി വി സേ ദാറ്റ് നൾ സെറ്റ് ഫൈ, അതിനെ ഡിനോട്ട് ചെയ്യുന്ന അക്ഷരം ഇതാണ്, ഫൈ ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ് എന്ന് പറയാം. ഉണ്ടോ? നൾ സെറ്റിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിളാണ് ഫൈ. നേരത്തെ പറഞ്ഞാണ് നമ്മൾ. എങ്കിൽ അടുത്തൊരു സെറ്റ്, ഈ സെറ്റ് 1 2 3 ഈസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് 1 2 3. ഓക്കെ, ഈ സെറ്റ് 1 2 3 സെറ്റ് 1 2 3 നമ്മൾ എന്തോ രണ്ടും എന്താണ്, ഈക്വൽ ആണ്, അല്ലെങ്കിൽ ഈ സെറ്റ് ഫുൾ സെറ്റ് ആണെന്ന് പറയാം. ശരിയോ? അപ്പം ഇതാണ് നമ്മുടെ സെറ്റ് 1 2 3. അതേ സെറ്റ് തന്നെ ഇത്. അപ്പോൾ ഇതിൽ ഫുൾ സെറ്റ് ആണ്. അപ്പോൾ ഇത് സബ്സെറ്റ് ആണോ? ശരി, ഇവിടുത്തെ എല്ലാ എലിമെന്റ്സും ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ എന്താണ് ഇത്? സബ്സെറ്റ് ആണ്. അപ്പോൾ ഏതൊരു സെറ്റ് എടുത്താലും അതിനോട് തന്നെ സബ്സെറ്റ് ആണെന്ന് മനസ്സിലാക്കി വെച്ചു. ഇപ്പോൾ എ എടുത്താൽ എ സബ്സെറ്റ് എ എന്ന് പറയാം, ബി എടുത്താൽ ബി സബ്സെറ്റ് ബി എന്ന് പറയാം. ഇല്ലയോ? അത് എക്സാമ്പിളാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഹിയർ സെറ്റ് 1 2 3 ഈസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് 1 2 3. കാരണം അറിയാലോ, ഓൾ ദി എലമെന്റ്സ് ഓഫ് ദിസ് സെറ്റ് ഈസ് ഓൾസോ ഇൻ ദ സെറ്റ് 1 2 3 എന്ന് പറയാൻ പറ്റും. ഓക്കെ, ദെൻ അതിവിടെയും നമുക്ക് പറയാം എവരി സെറ്റ് എ ഉണ്ടോ, അതിനെ നമ്മൾ ഫുൾ സെറ്റ് എന്ന് പറയാം, ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഏതൊരു സെറ്റ് എടുത്താലും അതിനെ നമ്മൾ ഫുൾ സെറ്റ് എന്ന് പറയാം. ഏതൊരു ഫുൾ സെറ്റ് എടുത്താലും അതിൻ്റെ തന്നെ സബ്സെറ്റ് ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അത് നമുക്കിങ്ങനെ പറയാം, നൾ സെറ്റ് ആൻഡ് ഫുൾ സെറ്റ് ഓർ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ് എന്ന് പറയാം. കേട്ടോ, നൾ സെറ്റ് ആൻഡ് ഫുൾ സെറ്റ്, ഇതാണ് നൾ സെറ്റ്. ഫൈ ഫുൾ സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന ഏത് സെറ്റാണോ ആ സെറ്റിനെയാണ് ഫുൾ സെറ്റ് എന്ന് പറയുന്നത്. അതിനോട് തന്നെ സബ്സെറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം നൾ സെറ്റ് ആൻഡ് ഫുൾ സെറ്റ് ആ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിച്ച് 1 2 നോട്ട് പറയുകയാണ്, ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇഫ് എ സബ്സെറ്റ് ബി ആൻഡ് ബി സബ്സെറ്റ് എ ദെൻ എ ഈക്വൽ ടു ബി. ഇത് ഒരു കണ്ടീഷൻ മാത്രമേ പറയുന്നത്. ഇതിന് നമുക്ക് തിരിച്ചും പറയാം. ഞാൻ അതുകൂടെ പറയുകയാണ്, ഓൾസോ എ ഈക്വൽ ടു ബി ഇൻ ബോത്ത് വൈസ് ഇംപ്ലൈസ് എ സബ്സെറ്റ് ബി ആൻഡ് ബി സബ്സെറ്റ് എ എന്ന് പറയാം. എന്നുവെച്ചാൽ ഇതൊറ്റ കണ്ടീഷൻ പറയുന്നത്, 2 കണ്ടീഷൻ പറയുന്നത്, രണ്ടും ശരിയാണ്. അത് അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് എവരി സെറ്റ് എ ഈസ് ഓൾസോ ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. എ സബ്സെറ്റ് എ എന്ന് പറയാം. ആൻഡ് എം ഡി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ എക്സാമ്പിളിൽ കൂടി ഞാൻ പറഞ്ഞ കാര്യങ്ങളാണിത്. ഇത് നോട്ടായിട്ട് ബുക്ക് നോട്ട് ചെയ്തേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ന് പറയാം, അപ്പോൾ എയും ഫൈയും അല്ലേ, ഇപ്പോൾ നമ്മൾ എയും ബിയും എയും എ എന്നുള്ള സെറ്റ് എടുത്താൽ എയും ഫൈയും അതിൻ്റെ സബ്സെറ്റുകൾ തന്നെയാണ്. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ട്രിവിയൽ സബ്സെറ്റ് എന്ന് പറയും. അപ്പോൾ ഹിയർ എ ആൻഡ് ഫൈ ആർ കാൾഡ് ട്രിവിയൽ സബ്സെറ്റ് ഓഫ് എ എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ബി എന്ന് പറഞ്ഞ സെറ്റ് ആണെങ്കിൽ ബിയും ഫൈയും നമ്മൾ അതിൻ്റെ ട്രിവിയൽ സബ്സെറ്റ് എന്ന് പറയുന്നത്. ഇത് ഉറപ്പായിട്ടും വരുന്ന സബ്സെറ്റ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ട്രിവിയൽ സബ്സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊരു സെറ്റ് ആണെങ്കിലും ആ സെറ്റും ഫൈയും അതിൻ്റെ സബ്സെറ്റ് ആയിരിക്കും എന്ന് പറയുന്നതാണ് ട്രിവിയൽ സബ്സെറ്റ് എന്ന് പറയുന്നത്. അടുത്ത ശ്രദ്ധിക്കുക, ഇഫ് എ സെറ്റ് ഹാസ് ഓൺലി 1 എലിമെൻറ്റ്, ഒരു എലിമെൻറ്റേ ഉള്ളെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയും. സിംഗിൾട്ടൺ എന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതുപോലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ സെറ്റ് എ ഇസ് നോട്ട് ബൈ എൻ ഓഫ്. നേരത്തെ ഒക്കെ പറഞ്ഞ നമ്പർ ഓഫ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ എയിൽ 3 എലമെൻറ്റ് എന്നൊക്കെ പറയും. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വരുന്ന സിമ്പിളാണ് എൻ ഓഫ് എ എന്ന്. ഈ എൻ ഓഫ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സെറ്റ് എ എന്ന് പറയാം. അപ്പോൾ ഞാൻ നമ്മൾ സെറ്റ് 1 2 3, അപ്പോൾ എൻ ഓഫ് എ എത്ര? 3 എന്ന് പറയാം. അല്ലെങ്കിൽ ബി ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6 ആണ് എങ്കിൽ എൻ ഓഫ് ബി എന്ന് പറയുമ്പോൾ എന്താ പറയാം? 6 എന്ന് പറയാം. അപ്പോൾ ഇത് ഓർത്ത് വെച്ചേക്കണം, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ സെറ്റ് എ ഇസ് നോട്ടഡ് ബൈ എൻ ഓഫ് എ എന്ന് പറയാം. എന്ന് വെച്ചാൽ എ എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എൻ ഓഫ് എ എന്ന് പറയാം. അപ്പോൾ ഇത് നോട്ട് എഴുതേണ്ട കാര്യമാണ്. അടുത്ത എക്സാമ്പിൾ നോക്കിയാണ്, കൺസിഡർ 2 സെറ്റ്സ്. സെറ്റ് എ ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 3 ആൻഡ് ബി ഇസ് ഈക്വൽ ടു 1 2 3 4 5. ഇത് സബ്സെറ്റ് ആണല്ലോ. എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാം, ഇല്ലയോ? പക്ഷേ എ ഈക്വൽ ടു ബി ആണോ? അല്ല. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം എ സബ്സെറ്റ് ബി എന്ന് പറയാം. ആൻഡ് എ
നോട്ട് ഈക്വൽ ടു ബി എന്ന് പറയാമെന്ന് നോക്കി പറയാമല്ലോ. അപ്പോൾ ഇവിടുത്തെ എയിലെ എല്ലാ എലമെൻസും ബിയിലുണ്ട്, പക്ഷെ അത് എയും ബിയും ഈക്വൽ ആണോ? അല്ല. അപ്പോൾ അങ്ങനെ സബ്സെറ്റുകൾ വരാം. എന്ന് വെച്ചാൽ ആ സെറ്റ് നമ്മൾ മുമ്പേ പറഞ്ഞു, ഫുൾ സെറ്റ് അല്ലാത്ത സബ്സെറ്റ്, അതാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. ഫുൾ സെറ്റ് അല്ലാത്ത സബ്സെറ്റുകളെയൊക്കെ നമ്മൾ പറയുന്ന പേരാണ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയാം. എന്ത് പേര് പറയാം? പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ദി സെറ്റ് ബി എന്ന് പറയാം. അപ്പോൾ ഇവിടെ പറയാം എ ഈസ് കാൾഡ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാം. അപ്പോൾ ഇതിന് ടോട്ടൽ 10 സബ്സെറ്റ് ഉണ്ടെങ്കിൽ പ്രോപ്പർ സബ്സെറ്റുകളുടെ എണ്ണം എത്ര ആയിരിക്കും പറയാം? 9 ആയിരിക്കും. കാരണം എന്താ? ഒരു സബ്സെറ്റ് ഇത് തന്നെയാണ്, അതിനെ ഒഴിവാക്കിയിട്ടേ പറയാവുള്ളൂ എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഓർത്ത് വെച്ചേക്കുക, ഫുൾ സെറ്റ് ഒഴിച്ചുള്ള ബാക്കി സബ്സെറ്റുകളെ പറയുന്ന പേരാണ് നമുക്ക് എന്ത് പറയാം? പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയാം. അടുത്ത ഒരു സെറ്റ് എടുക്കുകയാണ്, സെറ്റ് 1 2 3 4 5. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഈ സി നോട്ട് ഈക്വൽ ടു ബി എന്നുവെച്ചാൽ സി നോട്ട് ഈക്വൽ ടു ബി ആണോ എന്ന് പറഞ്ഞാൽ അല്ലല്ലോ. നോട്ട് ഈക്വൽ ടു ആണോ? 2 ഈക്വൽ ടു ഇല്ലയോ? പറയാം നോ, സി ഈക്വൽ ടു ബി എന്ന് പറയാം. അപ്പോൾ ഇതിനെ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഞാൻ മുമ്പേ പറഞ്ഞാണ്, ഇത് ഹോൾ സെറ്റാണ്, ഇത് ഫുൾ സെറ്റാണ്. ഫുൾ സെറ്റ് ആണെങ്കിൽ അതിനെ നമുക്ക് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് പറയാം സി ഈസ് നോട്ട് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാൻ പറ്റും. അത് ഓർക്കുക. അപ്പോൾ സി ഈസ് നോട്ട് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാം. നേരത്തെ കുറച്ച് നേരം കൊണ്ട് നമ്മൾ പറയാമെന്ന് ഓൾസോ ഈ എ സബ്സെറ്റ് ബി എന്ന് പറയും. ഇപ്പം ഇവിടെ എ സബ്സെറ്റ് ബി ആണ്, ശരിയാണ്. അപ്പോൾ ഈ ചെറിയ സെറ്റിനെ നമുക്കൊരു പേര് പറയാമല്ലോ, എന്താണ്? സബ്സെറ്റ് എന്ന് പറയും. എങ്കിൽ വലിയ സബ്സെറ്റ് നമുക്കൊരു പേര് കൊടുക്കാം. എന്തായിരിക്കും പേര് എന്ന് വെച്ചാൽ ഇതെല്ലാം കണ്ടെയ്ൻ ചെയ്യുന്ന വലിയൊരു സെറ്റ്, ഒരു സൂപ്പർ പവറുള്ള സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സൂപ്പർ സെറ്റ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് പറയാം എ സബ്സെറ്റ് ബി, ദെൻ ബി ഈസ് കാൾഡ് സൂപ്പർ സെറ്റ് ഓഫ് ബി എന്ന് പറയാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, എ സബ്സെറ്റ് ബി ആണെങ്കിൽ ആ ചെറിയ സെറ്റിനെ സബ്സെറ്റ് എന്നും വലിയ സെറ്റിനെ സൂപ്പർ സെറ്റ് എന്നും പറയുന്നു. ഓർമ്മ വേണം. ഇനി ഇതിൻ്റെ നോട്ടൊന്ന് എഴുതാം. പ്രോപ്പർ സെറ്റിൻ്റെ നോട്ടെന്ന് പറയാം. ഏതൊക്കെയാണ്? ലെറ്റ് എ ആൻഡ് ബി ആർ 2 സെറ്റ്സ്. ഇഫ് എ സബ്സെറ്റ് ബി ആൻഡ് എ നോട്ട് ഈക്വൽ ടു ബി, ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. then A is called a proper subset of B and B is also called a superset of A എന്ന് പറയാം. തിരിച്ചും പറയാം, എയെ ബിയുടെ പ്രോപ്പർ സബ്സെറ്റ് എന്നും അതുപോലെ ഇത് ബിയെ നമുക്ക് എന്ത് പേര് പറയാം? ഈ സൂപ്പർ സെറ്റ് ഓഫ് എ എന്നും പറയാം. എക്സാമ്പിൾ നോക്കാം. കൺസിഡർ 2 സെറ്റ്സ്. ഇത് എന്തുമില്ലയോ? നമുക്കറിയാം ഈ ഹിയർ എ സബ്സെറ്റ് ബി ആൻഡ് എ നോട്ട് ഈക്വൽ ടു ബി ആണ്. ഹിയർ എ ഇസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി ആണ്, നമ്മൾ എക്സാമ്പിൾ കണ്ടതാണ്. അടുത്തയോ സെറ്റ് 1 2 3 ഇസ് നോട്ട് എ പ്രോപ്പർ സെറ്റ് ഓഫ് സെറ്റ് 1 2 3 എന്ന് പറയാം, ഇല്ലയോ? അപ്പോൾ ഇത് നമ്മൾ നോട്ടിനകത്ത് എഴുതേണ്ട കാര്യമാണ്. ഇത് ഈ പ്രോപ്പർ സെറ്റ് എന്താണെന്നാണ് നേരത്തെ ഞാൻ സ്ലൈഡറിൽ പറഞ്ഞത്. അത് നോട്ടായിട്ട് എഴുതേണ്ട, ഇത് നോട്ടായിട്ട് എഴുതിയാൽ മതി. ഇനി ഇത് പ്രോപ്പർ സെറ്റ് സബ്സെറ്റുകൾക്ക് ചില റിയൽ സബ്സെറ്റുകളെ നമുക്ക് പരിചയപ്പെടാം. റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റുകൾ, അതാണ് റിയൽ സബ്സെറ്റ് എന്ന് പറയുന്നത്. സബ്സെറ്റ്സ് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ എന്തുവാ? റിയൽ നമ്പേഴ്സ്. അപ്പോൾ ഞാൻ ഒന്നാമത് എടുക്കുകയാണ്. നമുക്കറിയാം സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് സബ്സെറ്റ് ആണോ? റിയൽ നമ്പേഴ്സിനെ നമുക്കറിയാം എല്ലാ നാച്ചുറൽ നമ്പേഴ്സും റിയൽ നമ്പേഴ്സാണ്, എല്ലാ റാഷണൽ നമ്പേഴ്സും റിയൽ നമ്പേഴ്സാണ്, എല്ലാ ഇൻഡിജേഴ്സും റിയൽ നമ്പേഴ്സാണ്, എല്ലാ ഇറാഷണൽ നമ്പേഴ്സും റിയൽ നമ്പേഴ്സാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ എല്ലാം നമുക്ക് പറയാം സബ്സെറ്റ്സ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് പറയാം. ഉണ്ടോ? സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആർ പ്ലസ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇവിടെ ആർ മൈനസ് ആയ സെറ്റ് ഓഫ് പോസിറ്റീവ് നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് പറയാം. ഇത് എല്ലാം എന്തിൻ്റെ? ആറിൻ്റെ സബ്സെറ്റുകളാണ്. നാച്ചുറൽ നമ്പർ ആയാലും ഇൻറ്റിജർ ആയാലും റാഷണൽ നമ്പേഴ്സ് ആയാലും അതുപോലെ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആയാലും സെറ്റ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സ് ആയാലും എല്ലാം നമുക്ക് പറയാം. ഇനിയും നമുക്ക് പറയാം സെറ്റ് സബ്സെറ്റുകൾ. സെറ്റ് ഓഫ് നെഗറ്റീവ് റാഷണൽസ്, സെറ്റ് ഓഫ് നെഗറ്റീവ് റിയൽ നമ്പേഴ്സ്, അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ഒക്കെ പറയാമല്ലോ. അതെല്ലാം എന്തിൻ്റെ? ഈ റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റുകളാണ് ആണല്ലോ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ സെറ്റപ്പ് ഏതാ? ഈ ആർ എന്ന് പറയുന്ന സെറ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പോൾ എൻ സബ്സെറ്റ് നോക്കിയേ, ഈ രണ്ടും നോക്കിയാൽ ഈ എന്നിലെ എല്ലാ എലമെൻറ്റ്സും എവിടെ ഉണ്ട്? ഇസഡിലുണ്ട്. അപ്പോൾ എൻ സബ്സെറ്റ് ഓഫ് സെഡ് എന്ന് പറഞ്ഞുകൂടായോ? അതുപോലെ ഇസഡിലെ എല്ലാ എലമെൻറ്റ്സും എവിടെ ഉണ്ട്? റിയൽ നമ്പർ റാഷണൽ നമ്പേഴ്സിൽ വരും. കാരണം അതിനെല്ലാം P/Q എന്ന ഫോമിൽ എഴുതാൻ പറ്റുന്നതുകൊണ്ട് അങ്ങനെ വരും. അപ്പോൾ സെഡ് സബ്സെറ്റ് ഓഫ് Q എന്ന് പറയാം. അതുപോലെ Q സബ്സെറ്റ് ഓഫ് ആർ പ്ലസും ആയിരിക്കും, ശരിയല്ലേ? ഇത് ഈ Q സബ്സെറ്റ് ഓഫ് ആർ പ്ലസ് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സും എല്ലാം നമുക്ക് സെറ്റ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സും അത് സബ്സെറ്റ് ഓഫ് ആർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ പറയാം,
ഉണ്ടോ? n സബ്സെറ്റ് z സബ്സെറ്റ് q ഇല്ലേ, q സബ്സെറ്റ് r എന്ന് പറയാം. അപ്പോൾ ഏറ്റവും വലിയ സെറ്റ് ഇവിടെ ഏതാണ്? r ആണ് ഇല്ലേ. നമ്മളിനി +1 വേറൊരു നമ്പേഴ്സ് പഠിക്കും. അപ്പോൾ നമ്മൾ 6 വരുന്നത്, ആ നമ്പേഴ്സാണ് വലുതെന്നൊക്കെ നമ്മൾ പിന്നീട് പറയും, അത് ആ ചാപ്റ്റർ വരുമ്പോൾ പറയാം. അപ്പോൾ ഇത്രയും നമ്മൾ ഓർത്ത് വെച്ചു, ഇതൊക്കെ റിയൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റുകൾക്ക് എക്സാമ്പിൾസ് ആണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഒരു പ്രോബ്ലമാണ്. ഇഫ് A is equal to set 1 2 3 റൈറ്റ് ഓൾ സബ്സെറ്റ് ഓഫ് A. എയുടെ എല്ലാ സബ്സെറ്റും എഴുതാൻ നമുക്ക് എഴുതി നോക്കാം. ഏത് സബ്സെറ്റ് എഴുതുമ്പോൾ ആദ്യം നമ്മൾ എഴുതണം ഫൈ എഴുതുക. ഞാൻ മുമ്പ് പറഞ്ഞു എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഫൈ ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഫൈ ഒരു സബ്സെറ്റാണ്. പിന്നെ ഓരോ എലമെൻറ്റ്സ് വരുന്ന എഴുതുക. സെറ്റ് 1, അടുത്ത സെറ്റ് 2, പിന്നെ 2 എലമെൻറ്റ്സ് വരുന്ന സെറ്റ് 1 2 എന്ന് പറയാം. ഉണ്ടോ? അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ സെറ്റ് 1 സെറ്റ് ആദ്യം നമുക്ക് ഫൈ എഴുതിയാലും മതി. ആദ്യം ഫൈ എഴുതുക എന്ന് വെച്ചാൽ എലമെൻറ്റ്സ് ഇല്ലാത്തത്, അത് എപ്പോഴും വരും. പിന്നെ ഓരോ എലമെൻറ്റ്സ് വരുന്ന എഴുതുക. പിന്നെ 2 എലമെൻറ്റ്സ് അവസാനിക്കുകയാണല്ലോ, ഇതാണ്. അപ്പോൾ അടുത്തൊരു എക്സാമ്പിൾ നോക്കിയോ. ഒരു നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 3 ആണ്. ഇതിൻ്റെ സബ്സെറ്റുകൾ എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതും? ആദ്യം നമുക്ക് എഴുതാം ഫൈ എഴുതാം. പിന്നെ ഒരു സെറ്റ് വരുന്നു, ഒരു എലമെൻറ്റ് വരുന്നു, സെറ്റ് 1 സെറ്റ് 2 സെറ്റ് 3. അപ്പോൾ 3 ആയല്ലോ. ഇനി അടുത്തയോ സെറ്റ് 1 2 2 എലമെൻറ്റ്സ് എഴുതുമ്പോൾ സെറ്റ് 1 2 സെറ്റ് 1 3 സെറ്റ് 2 3. അവിടെയും 3 വരും. പിന്നെ ദ ഹോൾ സെറ്റ് സെറ്റ് 1 2 3 എന്ന് എഴുതാം. ശരിയല്ലയോ? അപ്പോൾ ഒരു എലമെൻറ്റ്, 2 എലമെൻറ്റ്, 3 എലമെൻറ്റ് ഇല്ലാത്തത്. അപ്പോൾ എലമെൻറ്റ് ഇല്ലാത്ത ആദ്യം എഴുതിയാലും മതി. അപ്പം ഒരു സെറ്റുള്ള ഒരു എലമെൻറ്റ്സ്, നമ്പർ ഓഫ് എലമെൻറ്റ്സ് 2 ആയപ്പോൾ എത്ര സബ്സെറ്റുകൾ കിട്ടിയെന്ന് പറയാമോ? 4 ഇല്ലയോ? ഇവിടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് 3 ആയപ്പോൾ സബ്സെറ്റുകളുടെ എന്നിട്ടാണ് 8. ശരിയല്ലോ? ഇനി നോക്കിയാൽ മതി. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾസ് ഒന്നും എടുക്കുകയാണ്. മുമ്പ് എടുത്ത സബ്സെറ്റുകൾ എഴുതി. ഈ സബ്സെറ്റുകളുടെ സെറ്റ് ഞാൻ എഴുതുകയാണ്. ഇതാണ് സബ്സെറ്റ് ഇതിൻ്റെ, ഇല്ലയോ? ആ സബ്സെറ്റുകളെ ഞാൻ സെറ്റിനെ കൊണ്ട് എഴുതി. ഇവിടെ അതുപോലെ നമ്മൾ നേരത്തെ കണ്ട 2 എക്സാമ്പിൾസ്. ആ സബ്സെറ്റുകളുടെ സെറ്റ്, ഈ സബ്സെറ്റുകളെ, ഇതാണ് സബ്സെറ്റ്, അതിനെ ഞാൻ സെറ്റിനകത്താക്കി എങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് പ്രോപ്പർ സെറ്റ്, പവർ സെറ്റ് എന്ന് പറയും. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് പവർ സെറ്റ് ഓഫ് ദി സെറ്റ് എന്ന് പറയാം. അപ്പോൾ പവർ സെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ സെറ്റ് ഓഫ് ആൾ സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ്. ഉണ്ടോ? പവർ സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ആൾ സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് ഈസ് കാൾഡ് എ പവർ സെറ്റ്. നമ്മൾ അടുത്ത പഠിക്കുന്നതാണ് പവർ സെറ്റ്. അപ്പോൾ പവർ സെറ്റ് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ്. സബ്സെറ്റുകൾ എഴുതുക, അതിനുശേഷം ഇതുപോലെ സബ്സെറ്റുകൾ എഴുതുക, അതിനുശേഷം അതിൻ്റെ സെറ്റിനകത്തിട്ട് കൊടുക്കുന്നതിനാണ് പവർ സബ്സെറ്റുകൾ എന്ന് പറയുന്നത്, പവർ സെറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ഒരു എക്സാമ്പിൾ നോക്കിയേ, മുമ്പേ പറഞ്ഞ തന്നെയാണ്. അപ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് പി ഓഫ് എ എന്ന് കൊണ്ടാണ്. പി ഓഫ് എ എന്ന് പറഞ്ഞാൽ പവർ സെറ്റ് ഓഫ് എ എന്ന് പറയാം. പവർ സെറ്റ് ഓഫ് എ എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ആൾ സെറ്റ് ഓഫ് ആൾ സബ്സെറ്റ്സ് ഓഫ് എ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ സബ്സെറ്റുകൾ എത്രയാണ്? ഇതാണ്. അത് 3 എടുത്താൽ അതിൻ്റെ പി ഓഫ് ബി എന്ന് പറയാം. അതിൻ്റെ സബ്സെറ്റുകളും ഇതാണ്. ശരിയല്ലയോ? അപ്പോൾ നമുക്ക് എന്താ സബ്സെറ്റ് എന്താണ്, പവർ സെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ദ സെറ്റ് ഓഫ് ആൾ സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് ഈസ് കാൾഡ് പവർ സെറ്റ്. ഇറ്റ് ഈസ് നോട്ട് ബൈ പി ഓഫ് എ എന്ന് പറയാം. അപ്പോൾ എൻ്റെ നോട്ട് പറഞ്ഞ ഇതാണ്. നമുക്ക് നേരത്തെ അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. ഒരു സെറ്റ്, ഇപ്പോൾ പവർ സെറ്റ് എന്താണെന്ന് മനസ്സിലായി. ഇനി 1-2 കാര്യം പറയുകയാണ്. ഇവിടെ സെറ്റിൽ 2 എലമെൻ്റ് ആയിരുന്നെങ്കിൽ സബ്സെറ്റുകളുടെ എണ്ണം എത്ര? 4. ശരിയല്ലയോ? പവർ സെറ്റിലെ എലമെൻറ്റ്സിൻ്റെ എത്ര തന്നെയാണ്? 4 ആയിരുന്നു. അതുപോലെ നമുക്ക് പറയാം ഒരു സെറ്റിൽ 3 എലമെൻറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ സബ്സെറ്റുകളുടെ എണ്ണം 8 ആണ്. അതിൻ്റെ പവർ സെറ്റിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം എത്രയാണ്? 8 ആണ്. എങ്കിൽ ഒരു എലമെൻ്റേ ഉള്ളായിരുന്നെങ്കിൽ, ഒരു സെറ്റിൽ ഒരു എലമെൻ്റേ ഉള്ളായിരുന്നെങ്കിൽ എത്ര സബ്സെറ്റുകൾ വരും? എത്ര എണ്ണം വരും? 2 എണ്ണം. 5ഉം ആ സെറ്റും മാത്രമേ വരത്തുള്ളൂ. ഇതിനെ ഞാനൊരു ചാർട്ടാക്കി പറഞ്ഞാൽ എങ്ങനെ ഇരിക്കാൻ നോക്കാം. ഉണ്ടോ? എന്താണ്? ഒരു എലമെൻ്റ് ആണെങ്കിൽ 2 സബ്സെറ്റ്. അതുപോലെ നമ്പർ പവർ സെറ്റ് എലമെൻറ്റ്സ് എണ്ണവും 2 തന്നെയാണ്. 2 എലമെൻറ്റ്സ് ആണെങ്കിൽ സബ്സെറ്റുകൾ 4 ആണ്. പവർ സെറ്റ് എലമെൻറ്റ്സ് എണ്ണവും 4 ആണ്. അതുപോലെ പവർ സെറ്റ് എലമെൻറ്റ്സിൻ്റെ എണ്ണം 3 ആണെങ്കിൽ സബ്സെറ്റുകൾ 8 ആണ്. എലമെൻറ്റ്സ് പവർ സെറ്റിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം 8 ആണ്. 4 ആണെങ്കിൽ 16 ആണ്. ഇല്ലയോ?
ഇപ്പം എന്തെങ്കിലും പ്രത്യേകത, എന്തെങ്കിലും നേച്ചറുണ്ടോ പ്രത്യേകത? ഈ നമ്പർ ഓഫ് സബ്സെറ്റ് കണ്ടുപിടിക്കാനും ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുമോ? ഏതാ ഈ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ദ സെറ്റും അല്ലെങ്കിൽ നമ്പർ ഓഫ് സബ്സെറ്റും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നമ്പർ ഓഫ് സബ്സെറ്റ് കണക്ട് ചെയ്താൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ പവർ സെറ്റ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ എഴുതാമോ? ഇതിനെ 2⁻1 എന്ന് എഴുതാം. ഇതിനെയോ 2⁻2, 2⁻3, 2⁻4 എന്ന് പറഞ്ഞാൽ എയിൽ ഒരു എലമെൻ്റ് ആണെങ്കിൽ 2⁻1, 2 എലമെൻ്റ് ആണെങ്കിൽ 2⁻2, 3 എലമെൻറ്റ്സ് ആണെങ്കിൽ 2⁻3, 4 എലമെൻ്റ് ആണെങ്കിൽ 2⁻4 എന്ന് പറയാം. എങ്കിൽ 5 എലമെൻ്റ് ആണെങ്കിലോ 2⁻5, 10 എലമെൻറ്റ്സ് ആണെങ്കിലോ 2⁻10, n എലമെൻറ്റ്സ് ആണെങ്കിലോ 2⁻n, ഇല്ലയോ? m എലമെൻറ്റ്സ് ആണെങ്കിലോ 2⁻m എന്ന് പറയാം. അപ്പോൾ നമുക്ക് ജനറലായിട്ട് എങ്ങനെ പറയാം? ഇഫ് n of a is equal to m ആണെങ്കിൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് is equal to 2⁻m എന്ന് പറയാം. അതുപോലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സെറ്റ്, ഇൻ ദ പവർ സെറ്റ് ഓഫ് എ is equal to 2⁻m എന്ന് തന്നെ പറയാം. ശരിയില്ലയോ? അപ്പോൾ അത് നോട്ടായിട്ട് എന്ന് പറയുകയാണെന്ന് നോക്കൂ, നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇഫ് എ സെറ്റ് വിത്ത് n of a is equal to m, n of a എന്ന് പറയുമ്പോൾ അതിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം m ആണ്. ദെൻ നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് a is equal to 2⁻m എന്ന് പറയാം. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ പി ഓഫ് എ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ n of p of a എന്ന് പറയും 2⁻m എന്ന് പറയാം. ശരിയില്ലയോ? ഇത് രണ്ടും സെയിം ആയി. നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാലും നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ പവർ സെറ്റ് എന്ന് പറഞ്ഞാലും സെയിം ആയിരിക്കും, 2⁻m എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ദാറ്റ് ഈസ് നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ is equal to നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ പി ഓഫ് എ is equal to 2⁻m എന്ന് പറയാം. എങ്കിൽ ഞാൻ ചോദിക്കുക, ഇതിൻ്റെ പ്രോപ്പർ സബ്സെറ്റുകളുടെ എണ്ണം എത്രയായിരിക്കും? എയിൽ m എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് is equal to അതിൽ നിന്ന് കുറച്ചാൽ മതി 2⁻m - 1, കാരണം ദ ഹോൾ സെറ്റ്, ദ ഫുൾ സെറ്റ് കുറച്ച് മതി. ശരിയില്ലയോ? ആ, ഇനി അസൈൻമെൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ഒരു 5 എണ്ണം ഉണ്ട്, നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. ഇഫ് a is equal to സെറ്റ് 1, 5, സെറ്റ് 5, ദെൻ ഫൈൻഡ് ദ സബ്സെറ്റ് ഓഫ് എ. അപ്പോൾ നമ്മൾ ഇത്രയും നോക്കിയാൽ മതി. ഇത് ഒരു എലമെൻ്റ് ആണ്, ഇത് ഒരു എലമെൻ്റ് ആണ്. ഈ സെറ്റ് 5 എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ സെറ്റ് 1, 2, 3 ആണെങ്കിൽ നമ്മൾ 1ഉം 2ഉം 3ഉം എങ്ങനെയാണോ പരിഗണിക്കുന്നത് അതേപോലെ എടുത്താൽ മതി. പക്ഷേ പരിഗണിക്കുമ്പോൾ ഇവിടെ 5 എന്ത് ചെയ്യണം? ഒരു സിമ്പിളിനകത്ത് ഇട്ടേക്കണം. ആ സെറ്റ് 5 തന്നെ ആയിരിക്കും നമ്മൾ എലമെൻറ്റ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു എലമെൻറ്റ് വെച്ച് എഴുതുകയാണെങ്കിൽ ഇവിടുത്തെ എലമെൻറ്റ് സെറ്റ് 1, സെറ്റ് 5, ഇത് സെറ്റ് 5 എന്ന് എഴുതണം. അങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ്. ഫൈൻഡ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ പി ഓഫ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ ഇത് പിന്നെ റൈറ്റ് ആൾ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് 1, 3, 4 അത് നിങ്ങൾക്ക് എഴുതാം. നമ്പർ ഓഫ് നോൺ എം ടി സബ്സെറ്റ് ഓഫ് ദ സെറ്റ് 1, 2, 3, 4. നോൺ എം ടി എന്ന് പറഞ്ഞാൽ അറിയാലോ, എം ടി അല്ലാത്ത, നൾ സെറ്റ് അല്ലാത്തത് എത്ര എണ്ണമാണ്. അപ്പോൾ അതും നോക്കിക്കണം. നൾ സെറ്റ് അല്ലാത്തത് എത്ര എണ്ണം വരും? ഒരെണ്ണം. ടോട്ടൽ സബ്സെറ്റുകളുടെ എണ്ണത്തിൽ നിന്ന് കുറച്ചാൽ മതി. പിന്നെ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻകറക്റ്റ് വൈ. ഇപ്പോൾ ഇൻകറക്റ്റ് ഏതൊക്കെയാണ്, അതിന് കാരണം എന്താണെന്ന് എഴുതുക. ഇതാണ് സെറ്റ്. അപ്പോൾ ഇവിടുത്തെ എലമെൻറ്റ് ശ്രദ്ധിക്കണം. 1, 2 ഒരു എലമെൻറ്റ് എന്ന് പറയുമ്പോൾ സെറ്റ് 3, 4 ആണ്, അടുത്ത 5. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്രയാണെന്ന് ചോദിച്ചാൽ 4 പറഞ്ഞാൽ മതി. അപ്പോൾ അവിടുത്തെ ഒരു എലമെൻറ്റ് സെറ്റ് 3, 4 എന്ന് എടുക്കുക. എന്നിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇത് ഇവിടുത്തെ സബ്സെറ്റ് അല്ല, പക്ഷെ അത് എലമെൻ്റ് ആണ്. കണ്ടോ, ഇവിടെ ഇത് തന്നെ സബ്സെറ്റ് അല്ല, അത് എലമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ സെറ്റ് 3, 4നെ ബിലോങ്സ് ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഫോൾസും ഇത് ട്രൂ ആയിരിക്കും. അതുപോലെ ഇത് സെറ്റ് 3, 4 എന്ന് പറഞ്ഞാൽ ഇത് സബ്സെറ്റാണ്. കാരണം ഇവിടുത്തെ ഒരു എലമെൻറ്റ് സെറ്റ് 3, 4 ആണ്. അപ്പോൾ സബ്സെറ്റ് എഴുതണമെങ്കിൽ സെറ്റിൻ്റെ ചിഹ്നം കൊടുക്കുക. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എഴുതാവുന്ന കാര്യങ്ങളിൽ ബാക്കി. അതുപോലെ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് ഓൺലി വൺ സബ്സെറ്റ്, ഒരു സബ്സെറ്റുള്ള ഏതിനാണെന്നും നിങ്ങൾക്ക് എഴുതണം. ഓക്കെ, അപ്പോൾ ഇതാണ് മൂന്നാമത്തെ പാർട്ടും. ഇത്രയുമാണ് മൂന്നാമത്തെ പാർട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സബ്സെറ്റ്, പ്രോപ്പർ സെറ്റ്, പിന്നെ എൻ്റെ സബ്സെറ്റുകൾ എങ്ങനെ എഴുതാം എന്നൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് നിങ്ങളിത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന സെക്ഷൻ തന്നെയാണ്. ഇത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.